ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഷമീസ് ക്രിയേഷൻ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലേ? ഒന്നത്തെ നമ്മുടെ റെസിപ്പി പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നെയ്യോ ഓയിലോ ഒഴിക്കാം. എന്നിട്ട് ബ്രെഡ് ഇങ്ങനെ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് കണ്ട് നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കി കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണ് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ ബ്രെഡൊക്കെ ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെക്കാം. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ആവശ്യം. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. പാലൊന്ന് ചൂടാവട്ടെ. പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു വലിയൊരു സ്പൂൺ വെച്ചിട്ടാണ് ഷുഗർ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ പാലിൽ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഷുഗർ വേണം തോന്നിട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കണ്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പാലൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒന്ന് പാലിൽ മിക്സ് ചെയ്ത് കണ്ട് നമുക്ക് ഈ പാലിലോട്ട് ചേർക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കസ്റ്റാർഡ് മിക്സ് നന്നായിട്ട് ഞാൻ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണ്ട കുക്ക് ചെയ്യാനില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിക്ക് പിടിക്കും. പാകം ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. മതിട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേ ഏതാണെന്ന് വെച്ചാൽ ഇതെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യ ലെയറായിട്ട് നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്നിങ്ങനെ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ബ്രെഡിൻ്റെ അളവ് എടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ലെയറായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് വീണ്ടും ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് ബാക്കിയുള്ള കസ്റ്റാർഡ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റിലൊരു പുഡിങ്ങാണ്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് കൂടി ചെയ്യണേ. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.